ഡിയർ ചിൽഡ്രൻ, നമ്മളിന്ന് ക്ലാസ് 5 EVSൻ്റെ 11th ചാപ്റ്റർ സുനിത ഇൻ സ്പേസ് എന്നുള്ളതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് പഠിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ എന്താ പഠിച്ചതെന്ന് നോക്കാം. നമ്മൾ സുനിത വില്യംസിനെ കുറിച്ച് പഠിച്ചു, കൽപ്പന ചൗള, പിന്നെന്താ പഠിച്ചത്, ഗ്രാവിറ്റേഷണൽ പുൾ ഓർ ഫോഴ്സ്. സുനിത വില്യംസും കൽപ്പന ചൗള ആരായിരുന്നു? യെസ്, ആസ്ട്രോണറ്റ്സ് ആയിരുന്നു. എന്താ ആസ്ട്രോണറ്റ്സ് എന്ന് പറഞ്ഞാൽ? ആൻ ആസ്ട്രോണറ്റ് ഈസ് എ പേഴ്സൺ ഹു സ്റ്റഡീസ് അബൌട്ട് ഹെവൻലി ബോഡീസ് ആൻഡ് ട്രെയിൻ ടു ഗോ ഔട്ട് ഓഫ് സ്പേസ്. ആസ്ട്രോണട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവൻലി ബോഡീസിനെ കുറിച്ച് പഠിക്കുക. ഹെവൻലി ബോഡീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സണ്ണ്, മൂണ്, സ്റ്റാർസ് എല്ലാത്തിനെയും കൂടെ ചേർത്ത് നമ്മൾ ഹെവൻലി ബോഡീസ് എന്ന് പറയും. ആകാശത്ത് കാണുന്ന എല്ലാ വസ്തുക്കളും അതിനെക്കുറിച്ച് പഠിക്കുകയും അവിടേക്ക് ഔട്ടർ സ്പേസിലേക്ക് ബഹിരാകാശത്തേക്ക് പോവുകയും ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ ആസ്ട്രോണട്സ് എന്ന് പറയുന്നത്. പിന്നെ ഗ്രാവിറ്റേഷണൽ പുൾ അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ കുറിച്ച് പറയുന്നത്. എന്താണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് എ ഫോഴ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ എർത്ത് ടു അട്രാക്ട് ഈച്ച് ഒബ്ജക്റ്റ് ഇൻ ടു എർത്ത് സെൻറ്റർ. ഇത് ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളെയും അതിൻ്റെ സെൻട്രലിലേക്ക് ആകർഷിക്കുന്ന ഫോഴ്സിന്, ബലത്തിന് പറയുന്ന പേരാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഭൂഗുരുത്വ ബലം എന്ന് പറയും. നമുക്കിവിടെ ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ട്. മാജിക് ടു എ മൗസ് ലിഫ്റ്റ് ആൻ എലിഫൻറ്റ്. ഒരു മൗസ് എലിഫൻറ്റിനെ പോക്കുന്നു. അത് ഒരിക്കലും നമുക്ക് നടക്കാത്ത കാര്യം അല്ലേ? ഒരു എലി എങ്ങനെയാണ് ഒരു ആനയെ പോക്കുന്നത്? എങ്ങനെയാണെന്ന് നോക്കാം. ടു പ്ലേ ദിസ് യു വിൽ നീഡ് എ സ്മോൾ സ്റ്റോൺ, എ ബിഗർ സ്റ്റോൺ, ലെമൺ സൈസ്ഡ്. അതായത് ഒരു ചെറിയ കല്ല് വേണം, പിന്നെ ഒരു നാരങ്ങ വലിപ്പമുള്ള ഒരു വലിയ സ്റ്റോണും വേണം. എ തിക്ക് റോൾ ഓഫ് പേപ്പർ, നല്ല കട്ടിയിലൊരു പേപ്പർ ഇങ്ങനെ ചുറ്റിയെടുക്കണം. ആൻഡ് വിച്ച് ക്യാൻ ബി മെയ്ഡ് വിത്ത് ലെയേഴ്സ് ഓഫ് പേപ്പർ. ഒറ്റ ലെയർ അല്ല, 2-3-4 ലെയർ ചേർത്ത് ഇതുപോലെ ഉണ്ടാക്കണം. മൗസ് ആൻഡ് എലിഫൻറ്റ് മെയ്ഡ് ഓഫ് പേപ്പർ. എന്നിട്ട് എലിഫൻറ്റിനെയും മൗസിനെയും എന്ത് ചെയ്യണം? പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയെടുക്കണം. ടേക്ക് എ സ്ട്രിങ് അബൌട്ട് 2 feet ലോ, 2 feet 2 അടി നീളമുള്ള ഒരു നൂലെടുക്കുക. അറ്റ് വൺ എൻഡ് ഓഫ് ദ സ്ട്രിങ് ടൈ ദ സ്മോൾ സ്റ്റോൺ, സ്റ്റിക്ക് ഓൺ ദ മൗസ് ഇൻ ദ സ്റ്റോൺ. അതിൽ ഒരു എൻഡിൽ ചെറിയ കല്ല് കെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ മൗസിനെ ഒട്ടിച്ചു വെക്കാം. ദെൻ നെക്സ്റ്റ് ഇതിൽ എന്താ എടുക്കേണ്ടത്? പുട്ട് ദ സ്ട്രിങ് ഇൻ ടു ദ റോൾ ഓഫ് പേപ്പർ. എന്നിട്ട് ആ നൂല് എന്ത് ചെയ്യുക? ആ പേപ്പറിനകത്തോടെ ഇടുക. അറ്റ് ദ അതർ എൻഡ് ഓഫ് ദ സ്ട്രിങ് ദ ബിഗർ സ്റ്റോൺ ആൻഡ് സ്റ്റിക്ക് ദ എലിഫൻറ്റ്. മറ്റേ എൻഡിൽ വലിയ കല്ല് കെട്ടിയിട്ട് അതിന് മുകളിൽ എലിഫൻറ്റിൻ്റെ ഒട്ടിച്ചു വെക്കുക. ഹോൾഡ് ദ റോൾ ഓഫ് പേപ്പർ ആൻഡ് മൂവ് യുവർ ഹാൻഡ് ടു റൊട്ടേറ്റ് ദ സ്മോൾ സ്റ്റോൺ. ഇങ്ങനെ നിങ്ങളുടെ കയ്യിലെ ആ പേപ്പർ റോള് പിടിച്ചിട്ട് ഇങ്ങനെ ആ ചെറിയ കല്ലിനെ ചുറ്റിക്കുക. എന്താ സംഭവിക്കുന്നതെന്ന് നോക്കിയേ. ഹൂ ഈസ് പുള്ളിങ് ഹൂം? യു വിൽ ബി സർപ്രൈസ്ഡ്. ദ മൗസ് ലിഫ്റ്റ് ദ എലിഫൻറ്റ്. ഹൗ ഡിഡ് ദ മാജിക് ഹാപ്പൻ? നോക്കി, ഇവിടെ നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ പിക്ചർ കണ്ടല്ലോ അറിയാം. ഇതിൻ്റെ നൂലിന് ഇത്രയും നീളമുണ്ടല്ലേ? നോക്കിയേ, അടുത്ത പിക്ചറിലോ നൂലിന് നീളം കുറഞ്ഞു. ദാറ്റ് മീൻസ് എന്താണ്? ഇത് മുകളിലോട്ട് പൊങ്ങിപ്പോകുന്നുണ്ട്. അതിന് കാരണം എന്താണെന്നറിയാമോ? അതായത് ഇപ്പം നമ്മൾ ഒരു ചരടിൽ ഒരു കല്ല് കെട്ടിയിട്ട് അതിനെ നമ്മൾ വട്ടത്തിൽ കറക്കുകയാണ്. ഇങ്ങനെ വട്ടത്തിൽ കറക്കുക. അപ്പോൾ ഈ കല്ല് ഇങ്ങനെ വട്ടത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കല്ല് നമ്മുടെ കയ്യിലേക്ക് ഒരു ഫോഴ്സിനെ, ഒരു ബലം തരുന്നുണ്ട്, ഒരു ഫോഴ്സ് തരുന്നുണ്ട്. അതിനെ നമ്മൾ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്നാണ് പറയുന്നത്. എന്താണ് അതിൻ്റെ പേര്? സെൻട്രിപെറ്റൽ ഫോഴ്സ്. അത് സ്റ്റോൺ നമ്മുടെ കയ്യിലേക്ക് തരുന്നതാണ്. അപ്പം അങ്ങനെ തരുമ്പോൾ ആ സ്റ്റോൺ ഇങ്ങോട്ടൊരു ഫോഴ്സ് തരുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇങ്ങോട്ട് ഒരു ബലം കിട്ടുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഇങ്ങോട്ടൊരു ബലം പ്രയോഗിക്കുമ്പോൾ നാച്ചുറലി അങ്ങോട്ടും ഒരു ബലം ഉണ്ടാകും. അതിനെ നമ്മൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുന്നു. ഇപ്പോൾ സെൻട്രിപെറ്റൽ ഫോഴ്സും സെൻട്രിഫ്യൂഗൽ ഫോഴ്സും അങ്ങനെ ഈ ഫോഴ്സുകളുടെ ഫലമായിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? താഴെയുള്ള ആ വലിയ കല്ല് മുകളിലേക്ക് ആ കറങ്ങി ആ സ്റ്റോൺ കറങ്ങുന്നതിനനുസരിച്ച് മുകളിലേക്ക് പോരുന്നത്. ഓക്കെ, വേർ ആർ ദ ലൈൻസ് റിയലി? ഇനിയും ലൈൻസ് എവിടെയാണെന്നുള്ളതാണ്. സുനിത ഡിസ്ക്രൈബ് ഹെർ വ്യൂ ഓഫ് ദി എർത്ത് ഫ്രം ദ സ്പേസ് ഷിപ്പിൽ നിന്ന് സുനിത കണ്ട കാര്യമാണ്, ഭൂമിയെ കണ്ട കാര്യമാണ്. ബഹിരാകാശത്തിലേക്ക് പോയപ്പോൾ അവർ ഉപയോഗിച്ചിരുന്ന വാഹനത്തിൽ നിന്ന് എർത്തിനെ കണ്ട കാര്യമാണ് പറയുന്നത്. ദി എർത്ത് ലുക്ക് സോ ബ്യൂട്ടിഫുൾ ആൻഡ് അമേസിങ്. എർത്ത് കണ്ട എന്തു ഭംഗിയാണെന്നറിയാമോ? ആൻഡ് വി കുഡ് വാച്ച് ഇറ്റ് ഫോർ അവേഴ്സ്. നമ്മളത് വളരെ മണിക്കൂറുകളോളം
നോക്കിയിരുന്നു. ഫ്രം ദ വിൻഡോ ഓഫ് ദ സ്പേസ് ഷിപ്പ്. നമ്മൾ എങ്ങനെയാണ് കണ്ടത്? ആ സ്പേസ് ഷിപ്പിൻ്റെ ആ വാഹനത്തിൻ്റെ വിൻഡോയിലൂടെ, ജനാലയിൽ കൂടി. വി കുഡ് ക്ലിയർലി സീ ദ കർവ് ഷേപ്പ് ഓഫ് ദ എർത്ത്. എർത്തിൻ്റെ ആ കർവഡ് ഷേപ്പൊക്കെ, കർവഡ് ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന, റൗണ്ടല്ലേ, അപ്പോൾ ആ റൗണ്ടിന് വളഞ്ഞിരിക്കുന്ന ഭാഗങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റി. ഇതാ ഇങ്ങനത്തെ ഈ കർവഡ് ഷേപ്പിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇത് ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റി. ലുക്ക് അറ്റ് ദ ഫോട്ടോഗ്രാഫ് ഓഫ് ദ എർത്ത്. എർത്തിൻ്റെ പിക്ചർ നോക്കിയിരിക്കുക, ഫോട്ടോ ടേക്കൺ ഫ്രം ദ സ്പേസ് ഷിപ്പ്. എങ്ങനെ എടുത്താണിത്? സ്പേസ് ഷിപ്പിൽ എടുത്ത, അതായത് സ്പേസ് ഷിപ്പിനകത്തുനിന്ന് എടുത്തതാണ്. ഫ്രം ഈച്ച് ഫോട്ടോഗ്രാഫ് ടുഡേ വി നോ വാട്ട് ദ എർത്ത് ലുക്ക് ലൈക്ക്. നമുക്ക് ഓരോ ഫോട്ടോയിൽ നിന്നും മനസ്സിലാക്കുന്ന എന്താണ്, എങ്ങനെയാണ് എർത്ത് ഇരിക്കുന്നതെന്നാണ്. ബട്ട് തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് എഗോ പീപ്പിൾ കുഡ് ഓൺലി ഇമാജിൻ വാട്ട് ദ എർത്ത് ലുക്ക് ലൈക്ക്. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യർ വെറുതെ ഇങ്ങനെ ഊഹിക്കുകയായിരുന്നു എങ്ങനെയാണ് എർത്തിരിക്കുന്നതെന്ന്. സയൻറ്റിസ്റ്റ് ട്രൈഡ് ഹാർഡ് ടു ഫൈൻഡ് ഔട്ട് ഹൗ ബിഗ് ഈസ് ദ എർത്ത്, ഹൗ ഡസ് ഇറ്റ് ഗോ എറൗണ്ട്. അന്നത്തെ കാലത്ത് സയൻറ്റിസ്റ്റുകൾ, ശാസ്ത്രജ്ഞർ വളരെയധികം ബുദ്ധിമുട്ടിയിരുന്നു. എന്തിനാണെന്നറിയാമോ? എർത്തിൻ്റെ ഷേപ്പ്, അല്ലെ എർത്തിൻ്റെ വലിപ്പം എത്രയുണ്ട്, എത്ര വലുതാണ്, ഹൗ ഡസ് ഇറ്റ് ഗോ എറൗണ്ട്, അതെങ്ങനെയാണ് റൗണ്ട് ചെയ്യുന്നത്, ഇതിനെക്കുറിച്ചൊന്നും ഒന്നും അറിയത്തില്ലായിരുന്നു. ശാസ്ത്രജ്ഞർ വളരെയധികം കഷ്ടപ്പെട്ടിരുന്നു. ലുക്ക് അറ്റ് ദിസ് ഫോട്ടോഗ്രാഫ് ആൻഡ് ടെൽ ക്യാൻ യു സീ ഇന്ത്യ. നോക്കിയേ, ഈ പിക്ചർ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇന്ത്യ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയേ. ഇന്ത്യ ഉണ്ടോ ഇവിടെ? യെസ്, ഇന്ത്യ ഉണ്ട്. യെസ്, ഐ ക്യാൻ സീ ഈസിലി ഫൈൻഡ് ഇന്ത്യ. ക്യാൻ യു റെക്കഗ്നൈസ് എനി അതർ പ്ലേസ്? വേറെ ഏതെങ്കിലും പ്ലേസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? യെസ്, ഇന്ത്യക്ക് താഴെയായിട്ട് നമുക്ക് എന്താ കാണാൻ പറ്റുന്നുണ്ട്? ശ്രീലങ്ക, ചെറിയൊരു ഭാഗമാണ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഐ ക്യാൻ റെക്കഗ്നൈസ് ശ്രീലങ്ക. വേർ ഈസ് ദ സീ? സീ എവിടെയാണ്? യെസ്, ദ ബ്ലൂ പാർട്ട് ഓഫ് ദ പിക്ചർ ഷോസ് ദ സീ. ഈ ബ്ലൂ കളർ പാർട്ടെല്ലാം എന്താണ്? കടലാണ്. കടൽ ബ്ലൂ കളർ പാർട്ടിലാണ് കാണുന്നത്. ഡു യു ഫൈൻഡ് എനിത്തിങ് സിമിലർ ബിറ്റ്വീൻ എ ഗ്ലോബ് ആൻഡ് ദിസ് പിക്ചർ ഓഫ് ദ എർത്ത്? വാട്ട് വേസ് ദേ ആർ ഡിഫറെൻറ്റ്? ഇനി ഗ്ലോബും ഈ പിക്ചറും, നമ്മൾ ഗ്ലോബ് ആദ്യം കണ്ടല്ലോ, ആ ഗ്ലോബും ഇതും തമ്മിൽ എന്തൊക്കെയാണ് സിമിലാരിറ്റി, എന്താണ് ഡിഫറൻസ്? ദ സിമിലാരിറ്റി ഈസ് ദാറ്റ് ദ ലാൻഡ് ആൻഡ് സീ ക്യാൻ ബി ഈസിലി ഡിസ്റ്റിങ്വിഷ്ഡ്. എന്താണ് അതിൻ്റെ അതിൻ്റെ സിമിലാരിറ്റി അല്ലെങ്കിൽ ഒരുപോലെ എന്ന് പറയുന്നത്, നമുക്ക് ലാൻഡും സീയും, അതായത് വെള്ളവും കരയും വളരെ പെട്ടെന്ന് മനസ്സിലാവും. ദ ഡിഫറൻസ് ഈസ് ദാറ്റ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു റെക്കഗ്നൈസ് എ പർട്ടിക്കുലർ കൺട്രി ഓർ സിറ്റി. ഒരു പർട്ടിക്കുലറായിട്ടുള്ളൊരു കൺട്രിയോ ഒരു സിറ്റിയോ കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, ഇത്ര കഷ്ടപ്പെടും നമ്മൾ ഈ ഫോട്ടോഗ്രാഫാണ്. ഗ്ലോബിലാണെങ്കിൽ അതെല്ലാം നല്ല ഭംഗിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അതുകൊണ്ടൊന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാം. ഡു യു തിങ്ക് സുനിത കുഡ് മേക്ക് ഔട്ട് പാകിസ്ഥാൻ, നേപ്പാൾ ആൻഡ് ബർമ സെപ്പറേറ്റ്ലി വെൻ ഷീ സോ ദി എർത്ത് ഫ്രം സ്പേസ്? സ്പേസിൽ നിന്ന് സുനിത നോക്കിയപ്പോൾ പാകിസ്ഥാൻ, നേപ്പാൾ, അങ്ങനെ ഓരോ സ്ഥലങ്ങളും കാണാൻ പറ്റുമായിരുന്നു. നോ, ഐ തിങ്ക് ഷീ കുഡ് നോട്ട് മേക്ക് ഔട്ട് ദീസ് കൺട്രീസ് വെൻ ഷീ സോ ദ എർത്ത് ഫ്രം സ്പേസ്. നമ്മൾ സ്പേസിൽ നിന്ന് സുനിത നോക്കിയപ്പോൾ ഒരു കാരണവശാലും ഇങ്ങനെ ഏതൊക്കെ രാജ്യങ്ങളാണെന്ന് കാണാൻ പറ്റത്തില്ല, അല്ലേ? ലാൻഡ് ഏതാണ്, സീ ഏതാണെന്ന് അവർക്ക് മനസ്സിലാവുമായിരിക്കും, പക്ഷേ ഓരോരോ രാജ്യങ്ങളും അതിൻ്റെ ബൗണ്ടറീസും ഒന്നും മനസ്സിലാകത്തില്ല. ഉസൈർ ആൻഡ് ഷമീർ ആർ ലുക്കിംഗ് അറ്റ് ഡിഫറെൻറ്റ് കൺട്രീസ് ഓൺ ദ ഗ്ലോബ്. ഉസൈറയും ഷമീറുമായിരുന്നു നമ്മൾ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ. ഉസൈറയും ഷമീറുമാണ് ഗ്ലോബിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ എർത്തിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നത്. അവർ വീണ്ടും സംസാരിക്കുകയാണ്. അവർ ഗ്ലോബ് നോക്കി ഡിഫറെൻറ്റ് കൺട്രീസ്, പല രാജ്യങ്ങളെക്കുറിച്ച് നോക്കുകയാണ്. ഉസൈറ, സി there are lines between the different countries on this globe. ഈ ഗ്ലോബിൽ നോക്കി ഓരോ രാജ്യത്തിൻ്റെതും പ്രത്യേകം വരകളുണ്ട്. ആർ സച്ച് ലൈൻസ് ഓൾസോ there on the earth? ഇത്തരം വരകൾ ഭൂമിയിലുണ്ടോ? അതാണ് സംശയം. ഷാമിർ, there must be, കാണുമായിരിക്കും. they are there on the map of India in the book. See, there are lines between the different states. മാപ്പ്, ഇന്ത്യയുടെ മാപ്പിനകത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, ബുക്കിനകത്ത് ഉള്ള ഇന്ത്യയുടെ മാപ്പിനകത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ ലൈൻസ്. ഇങ്ങനത്തെ ലൈൻസ് ആക്ച്വലി ഗ്രൗണ്ടിലുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇല്ല, ലൈൻസൊക്കെ നമ്മളുണ്ടാക്കിയത്. ഗ്ലോബിലും മാപ്പിലും ഒക്കെ നമ്മൾ ഇതുപോലത്തെ ലൈൻസ്, പിന്നെ ഓരോ കോണ്ടിനെൻസിന്, ഞങ്ങളുടെ രാജ്യങ്ങൾക്കും ഭൂഖണ്ഡങ്ങൾക്കും എല്ലാം ഇങ്ങനെ ബൗണ്ടറീസ്,
അതിരുകളൊക്കെ നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ഇങ്ങനെ എന്താ പറയുന്നത്, ഭൂമിയിൽ അല്ലെ തറയിൽ അങ്ങനെ വരച്ചൊന്നും വെച്ചിട്ടില്ല. നമ്മളിങ്ങനെ മാപ്പിലും ഗ്ലോബിലും ഒക്കെ ആക്കി വെച്ചേക്കുക എന്തിനാണ്? പഠിക്കാനുള്ള എളുപ്പത്തിന് അല്ലെ മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഉസൈറ, ഇഫ് വി ഗോ ടു ഡൽഹി ടു രാജസ്ഥാൻ വുഡ് വി ഫൈൻഡ് സച്ച് ലൈൻസ് മെയ്ഡ് ഓൺ ദ ഗ്രൗണ്ട്? നമ്മൾ ഡൽഹിയിൽ നിന്ന് രാജസ്ഥാനിലേക്ക് പോകുമ്പോൾ ഇതുപോലത്തെ വരകളൊന്നും എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല, ഒരിടത്തും ഒരു വരകളും ഇല്ല. ലുക്ക് അറ്റ് ദ മാപ്പ് ഓഫ് യുവർ കൺട്രി ആൻഡ് ടെൽ. നിങ്ങൾ മാപ്പിലേക്ക് നോക്കിയിട്ട്, നിങ്ങളുടെ രാജ്യത്തിൻ്റെ മാപ്പിലേക്ക് നോക്കിയിട്ട് പറയണേ. ക്യാൻ യു ഫൈൻഡ് ദ സ്റ്റേറ്റ് ഇൻ വിച്ച് യു ലിവ്, റൈറ്റ് ഇറ്റ്സ് നെയിം ഓൺ ദ മാപ്പ്. നിങ്ങൾ ഏത് സ്റ്റേറ്റിലാണ്, ഏത് സംസ്ഥാനത്താണ് താമസിക്കുന്നത്, അതിൻ്റെ പേര് എഴുതുക. വിച്ച് ആർ ദ സ്റ്റേറ്റ്സ് നെക്സ്റ്റ് ടു ദ സ്റ്റേറ്റ് യു ലിവ് ഇൻ. നിങ്ങൾ താമസിക്കുന്ന സ്റ്റേറ്റിന് തൊട്ടടുത്തുള്ളത് ഏതൊക്കെയാണ്? ഏതാണ്? നമ്മുടെ സ്ഥലം ഏതാണ്? കേരള. തൊട്ടടുത്തുള്ളതോ? തമിഴ്നാട്, കർണാടക. ഹാവ് യു ബീൻ ടു ബി എനി അതർ സ്റ്റേറ്റ്. മറ്റേതെങ്കിലും സ്റ്റേറ്റിൽ നിങ്ങൾ പോയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എഴുതാം കേട്ടോ. ഷാമീർ തിങ്സ് ദാറ്റ് there are lines drawn on the ground between the state. What do you think? ഷാമീർ വിചാരിച്ചിരിക്കുന്നത് എന്താണ്? നമ്മളെ സ്റ്റേറ്റിനും എല്ലാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഗ്രൗണ്ടിൽ വരച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണോ? അല്ല. ദീസ് ലൈൻസ് ആർ ജസ്റ്റ് ഓൺ ദ മാപ്പ് ആൻഡ് ആർ നോട്ട് ഓൺ ദ ഗ്രൗണ്ട്. മാപ്പിൽ ഇങ്ങനെ വരച്ച് വെച്ചിരിക്കുന്നതേ ഉള്ളൂ, ഗ്രൗണ്ടിൽ ആ വരകളൊന്നും തറയിൽ അങ്ങനത്തെ ഒന്നും വരച്ച് വെച്ചിട്ടില്ല. When Sunita saw the earth from the space, she found the earth was very beautiful. സുനിത ആകാശത്ത് നിന്ന് നോക്കിയപ്പോൾ എർത്ത് വളരെ ഭംഗിയുള്ള, വളരെ മനോഹരമായിരിക്കുന്നു. Many thoughts came to her mind as she described it. അതിനെക്കുറിച്ച് വിശദീകരിച്ചപ്പോൾ പല ചിന്തകളും സുനിതയുടെ മനസ്സിൽ വന്നു. എന്തൊക്കെയാണ്? ഫ്രം സോ ഫാർ അവേ വൺ ക്യാൻ ഓൺലി മേക്ക് ഔട്ട് ദ ലാൻഡ് ആൻഡ് സീ. ഇത്രയും ദൂരെ നിന്ന് എന്തേ കാണാൻ പറ്റത്തുള്ളൂ? ലാൻഡ് എവിടെയാണ്, സീ എവിടെയാണെന്ന് മാത്രമേ കാണാൻ പറ്റൂ. സ്പേസ് ഷിപ്പിലിരുന്ന് ഭൂമിയെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോ രാജ്യങ്ങളോ അതിൻ്റെ ബൗണ്ടറീസോ ഒന്നും കാണാൻ പറ്റത്തില്ല. ലാൻഡാണോ അല്ലെ സീ ആണോ എന്ന് മാത്രമേ കാണൂ. വൺ കനോട്ട് സീ ദ ഡിഫറെൻറ്റ് കൺട്രീസ്. നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള രാജ്യങ്ങളൊന്നും കാണാൻ പറ്റത്തില്ല. ഡിവിഷൻ ഇൻ ടു കൺട്രീസ് ഹാസ് ബീൻ ഡൺ ബൈ എസ്. നമ്മളാണ് ഓരോ രാജ്യങ്ങളെയും വേർതിരിച്ച് വെച്ചിരിക്കുന്നത്. ഓൾ ദ ലൈൻസ് ഓൺ ദ മാപ്പ് ആർ മെയ്ഡ് ബൈ അസ്. നമ്മളാണ് മാപ്പിൽ ഇങ്ങനെ വരകളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ദേ ആർ ഇൻ അവർ മൈൻഡ്സ്. നമ്മുടെ മനസ്സുകളിലാണ് ആ ബൗണ്ടറി ഉള്ളത്. ശരിയല്ലേ? ഇത് നമ്മൾ ഇന്ത്യക്കാരാണ്, നമ്മൾ പാകിസ്ഥാനിയാണ്, നമ്മൾ പിന്നെ അമേരിക്കക്കാരനാണ്, അങ്ങനെ ഓരോ രാജ്യത്തേനും ഞാൻ ഇന്ന ആളാണെന്ന് നമ്മൾ മനസ്സിൽ കൊത്തി വെച്ചിരിക്കുക അല്ലേ. അല്ലാതെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ഇങ്ങനെ ഓരോരോ സ്ഥലങ്ങളായിട്ട് നമ്മൾ സ്പെഷ്യലായിട്ടൊന്നും വരച്ചൊന്നും നീ ഇവിടെ ജീവിക്കാവില്ല, നീ അവിടെ നിൻ്റെ രാജ്യം, അങ്ങനൊന്നും തന്നിട്ടില്ല അല്ലേ. പക്ഷെ നമ്മൾ നമ്മുടെ മനസ്സുകളിൽ ഇങ്ങനെ ഓരോ അതിരുകൾ തിരിച്ച് വെച്ചിരിക്കുകയാണ്. ഐ വിഷ് വി ഓൾ തിങ്ക് അബൌട്ട് ദിസ്. വേർ ആർ ദ ലൈൻസ് റിയലി? ശരിക്കും എവിടെയാണ് വരകൾ ഉള്ളത്? ഗ്രൗണ്ടിലല്ല അല്ലേ, മാപ്പിൽ മാത്രം നമ്മളുണ്ടാക്കിയ വരകളാണ്. അതായത് നമ്മുടെ മനസ്സുകളിൽ നമ്മളുണ്ടാക്കിയ വരകളാണ് മാപ്പിനകത്തിൽ നമ്മൾ കാണുന്നത്. അല്ലാതെ ഈ ലോകത്ത് വരകളൊന്നും വരച്ച് വെച്ചിട്ടില്ല. Look at the moon tonight and draw what it look like. Look and draw again after 1 week and then after 15 days. നിങ്ങൾ രാത്രിയിൽ ചന്ദ്രനെ നോക്കിയിട്ട് ഇന്ന് എങ്ങനെയാണ് ചന്ദ്രൻ ഇരിക്കുന്നത് അതിവിടെ വരച്ച് വെക്കണം. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് എങ്ങനെ ചന്ദ്രൻ ഇരിക്കുന്നത്, ചന്ദ്രൻ്റെ ഷേപ്പ് വരയ്ക്കണം. പിന്നെ 15 ദിവസം കഴിഞ്ഞും നോക്കണം. ഒരു ചന്ദ്രൻ ഫേസസ് ഓഫ് മൂണാണേ. ചന്ദ്രൻ ഇങ്ങനെയാണ്. അതായത് ഇന്നിപ്പം ഫുൾ മൂൺ ഡേ ആണെന്ന് വെച്ചാൽ, ഫുൾ മൂൺ എന്ന് പറഞ്ഞാൽ എന്താണ്? പൗർണമി. പൗർണമി എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ ഫുള്ളായിട്ട് ഇങ്ങനെ കത്തി നീക്കും, ഒരു റിങ് ഷേപ്പിൽ. അങ്ങനെയുള്ള ദിവസമാണ് നമ്മൾ ഫുൾ മൂൺ എന്ന് പറയുന്നത്. ഈ ഫുൾ മൂൺ ഡേ കഴിഞ്ഞിട്ട് അടുത്തത് പിന്നെ നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ ഫുൾ മൂൺ ചെറുതായി അടുത്ത ഫേസ് എന്ന് പറയുന്നത് ഇതാണ്. എന്താണിത്? വാക്സിങ് ഗിബസ് എന്ന് പറയുന്നതാണ്. വാക്സിങ് ഗിബസ് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, ഇതിൻ്റെ ഒരു 1/4 ഭാഗം മാത്രമേ നമ്മൾ വാക്സിങ് ഗിബസ് എന്ന് പറയുന്ന ആ ഫേസിൽ കാണൂ. പിന്നെ ചന്ദ്രൻ ഇങ്ങനെ ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തത് നോക്കി, ഫസ്റ്റ് ക്വാർട്ടർ എന്ന് പറയുമ്പോൾ നേർ പകുതിയാവുന്നു ചന്ദ്രൻ. അടുത്ത ദിവസമോ വാക്സിങ് ക്രസൻറ്റ് എന്നാണ്. ഈ ഇങ്ങനത്തെയുള്ള ഷേപ്പിന് എന്താ നമ്മൾ പറയുന്നത്? ക്രസൻറ്റ്. അതുകൂടെ കഴിയുമ്പം
ന്യൂ മൂൺ എന്ന് പറഞ്ഞാൽ അമാവാസി. അന്ന് ഇരുട്ടാണ്, ചന്ദ്രൻ ഉദിച്ച് നിൽക്കത്തില്ല, ചന്ദ്രനെ നമുക്ക് കാണാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ദിവസമാണ് നമ്മൾ ന്യൂ മൂൺ അഥവാ അമാവാസി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്തത് വേനിങ് ക്രസൻറ്റ്. വേനിങ് ക്രസൻറ്റ് എന്ന് പറയുമ്പോൾ ഈ കറുത്തിരിക്കുന്ന ചന്ദ്രൻ, അതായത് നമുക്ക് കാണാൻ പറ്റാത്ത ചന്ദ്രൻ കുറച്ച് ചെറുതായിട്ട് തെളിഞ്ഞിരിക്കും. അതാണ് വേനിങ് ക്രസൻറ്റ് എന്ന് പറയുന്നത്. അടുത്ത ഫേസ് എന്ന് പറയുന്നത് തേർഡ് ക്വാർട്ടർ, അതായത് അടുത്ത ഹാഫ് മൂണിന് നമുക്ക് തേർഡ് ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ അടുത്ത ഹാഫ് മൂൺ. നെക്സ്റ്റ് വേനിങ് ഗിബസ്. വേനിങ് ഗിബസ് എന്ന് പറയുന്നത് ഏകദേശം 1/4 ഭാഗം ചന്ദ്രൻ ഉണ്ടാവും. ആൻഡ് ദെൻ ഫുൾ മൂൺ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നുണ്ടെങ്കിൽ ഈ ഫുൾ മൂൺ മുതൽ ഈ ന്യൂ മൂൺ വരെയുള്ള ദിവസം 15 ഡേയ്സ് ആയിരിക്കും. മനസ്സിലായോ? അതായത് ഈ ഫുൾ മൂണിൽ നിന്ന് ന്യൂ മൂൺ വരെയുള്ള ദിവസം 15 ഡേയ്സ്. തിരിച്ച് അമാവാസി മുതൽ പൗർണമി വരെയുള്ള ദിവസം എത്രയാണ്? 15 ഡേയ്സ് ആണ്. അപ്പോൾ 15 ഡേയ്സിനിടയ്ക്കാണ് ഇങ്ങനെ ഈ ഫേസസ് നടക്കുന്നത്. ചന്ദ്രൻ്റെ ക്ഷയങ്ങളും വൃദ്ധിയും അതാണ് പറയുന്നത്. ചന്ദ്രക്ഷയം, ചന്ദ്രവൃദ്ധി അതാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഫൈൻഡ് ഔട്ട് വെൻ ഈസ് ദ നെക്സ്റ്റ് ഫുൾ മൂൺ. അടുത്ത ഫുൾ മൂൺ എന്നാണെന്ന് നിങ്ങൾ കലണ്ടറിൽ നോക്കണം. ഫുൾ മൂൺ ഉള്ള ദിവസം ഇതുപോലെ ഒരു വെള്ളവട്ടം കലണ്ടറിൽ അക്കങ്ങൾക്കടിയിലുണ്ടാവും. അറ്റ് ദാറ്റ് ടൈം വിൽ ദ മൂൺ റൈസ് ഓൺ ദിസ് ഡേ. ഇനി ഏത് സമയത്ത്, അറ്റ് വാട്ട് ടൈം, ഏത് സമയത്താണ് ആ ദിവസം ചന്ദ്രൻ ഉദിക്കുന്നതെന്ന് നിങ്ങൾ നോക്കണം. വാട്ട് ഡസ് ദ മൂൺ ലുക്ക് ലൈക്ക് ഓൺ ദിസ് ഡേ? ഡ്രോ ഇറ്റ്. നിങ്ങൾ അതിൻ്റെ ഷേപ്പ് ഒന്ന് വരയ്ക്കണം. ഫുൾ മൂൺ എങ്ങനെയായിരിക്കും? ഇങ്ങനെ ഫുൾ റൗണ്ട്, ഫുൾ റിങ് ആയിട്ടുണ്ട്. വാട്ട് ആർ ദ ഫെസ്റ്റിവൽസ് റിലേറ്റഡ് ടു ദ മൂൺ? മൂണിനെ റിലേറ്റ് ചെയ്തിരിക്കുന്ന ഫെസ്റ്റിവൽ ഏതൊക്കെയാണെന്ന് അറിയാമോ? ഈദും ഹോളിയും. അറ്റ് നൈറ്റ് ലുക്ക് അറ്റ് ദ സ്കൈ കെയർഫുള്ളി ഫോർ 5 minutes. 5 മിനിറ്റ് സമയത്തേക്ക് നിങ്ങൾ ആകാശത്തേക്കൊന്ന് നോക്കിയേ. വാട്ട് കുഡ് യു സീ? നിങ്ങൾ എന്തെല്ലാം കാണുന്നുണ്ടോ? ഡിഡ് യു സീ എനിത്തിങ് മൂവിങ് ഇൻ ദ സ്കൈ? സ്കൈയിലൂടെ മൂവ് ചെയ്യുന്ന എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? വാട്ട് ഡു യു തിങ്ക് ഇറ്റ് കുഡ് ബി? അതെന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എ സ്റ്റാർ ഓർ ഷൂട്ടിംഗ് സ്റ്റാർ ഓർ എ സാറ്റലൈറ്റ് ആർ യൂസ്ഡ് ഫോർ TV, ടെലിഫോൺ ആൻഡ് ഫോർ വെതർ റിപ്പോർട്ട്സ്. ഫൈൻഡ് ഔട്ട് മോർ അബൌട്ട് ദിസ്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത്, നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ ചിലപ്പോൾ ഷൂട്ടിംഗ് സ്റ്റാർസിനെ കാണാം. ഷൂട്ടിംഗ് സ്റ്റാർസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഷൂട്ടിംഗ് സ്റ്റാർസ് എന്ന് പറഞ്ഞാൽ ആകാശത്തുള്ള കുറച്ച് മെറ്റീരിയൽസ്, അതായത് പാറക്കഷ്ണങ്ങളുണ്ട്. ഈ പാറക്കഷ്ണങ്ങൾ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് വരുമ്പോൾ കത്തും. അപ്പോൾ നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ എന്തോ കത്തി പറന്നു പോകുന്നതിനെ കാണും. അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഷൂട്ടിംഗ് സ്റ്റാർസ് എന്ന് പറയുന്നത്. ഇനി സാറ്റലൈറ്റ്സ്, അതായത് TV ഒക്കെ നമ്മൾ കാണുന്നത് എങ്ങനെയാണെന്ന്, അത് സാറ്റലൈറ്റ്സ് കൊണ്ടാണ്. ഇനി സാറ്റലൈറ്റ്സിൻ്റെ വർക്കിംഗ് ആണ് പറഞ്ഞത്. ഈ സാറ്റലൈറ്റ്സ് എന്ന് പറയുന്നത് അറിയാമല്ലോ, മൂണ് എർത്തിൻ്റെ സാറ്റലൈറ്റാണ്. അത് നാച്ചുറൽ സാറ്റലൈറ്റ്, ഉപഗ്രഹമാണ്, ഭൂമിയുടെ ഉപഗ്രഹമാണ് മൂണ്. പക്ഷേ ഈ ഉപഗ്രഹം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറയുന്ന സാറ്റലൈറ്റ്, TV-യുടെ ഒക്കെ സംപ്രേഷണം ഉപയോഗിക്കുന്ന സാറ്റലൈറ്റ് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യലാണ്, നമ്മൾ മനുഷ്യരുണ്ടാക്കിയതാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ TV സ്റ്റേഷൻ ഇതാണെന്ന് വെച്ചോ, ഇവിടെ നിന്ന് കിട്ടുന്ന സിഗ്നലുകൾ ഇങ്ങനെ ഇവിടെ ആകാശത്ത് നിൽക്കുന്ന സാറ്റലൈറ്റ് പിടിച്ചെടുത്തിട്ട് നല്ലപോലെ എല്ലാം ശരിയാക്കി, അതായത് ആംപ്ലിഫൈ ചെയ്ത് നമുക്ക് കിട്ടേണ്ട രീതിയിൽ അതിനെന്തോ ചെയ്യും, നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള സ്റ്റേഷനിലേക്ക് വിടും. മനസ്സിലായോ? അപ്പോൾ നമ്മളിപ്പം സപ്പോസ് ഇത് തിരുവനന്തപുരത്ത് നിന്ന് വിടുന്നതാണെന്ന് വെച്ചാൽ, ഇത് സാറ്റലൈറ്റ് പിടിച്ചിട്ട് അതെന്ത് ചെയ്യും, നിങ്ങളുടെ പ്ലേസിലുള്ള നിയറസ്റ്റ് ആയിട്ടുള്ള സ്റ്റേഷനിലേക്ക് അയക്കും. അപ്പോൾ സാറ്റലൈറ്റിൻ്റെ ജോലി എന്താണ്? ഈ ഗ്രൗണ്ട് സ്റ്റേഷൻസാണ്, ഭൂമിയിലുള്ള സ്റ്റേഷൻസാണ്. ഇതിൽ നിന്ന് കിട്ടുന്നത് അത് അടുത്ത സ്റ്റേഷനിലേക്ക് എത്തിക്കുക. അപ്പോൾ ഇങ്ങനെ കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാറ്റലൈറ്റ്സ് ഉപയോഗിക്കുന്നത്. ലുക്ക് അറ്റ് ദ ടേബിൾ ആൻഡ് ടെൽ. ഇനി നിങ്ങൾ ഈ ടേബിൾ നോക്കി പറയണേ. ഗിവൻ ബിലോ ആർ ദ ടൈം വിച്ച് ദ മൂൺ റൈസസ് ആൻഡ് സെറ്റ് ഇൻ ഡൽഹി. ഡൽഹിയിൽ മൂൺ റൈസ് ചെയ്യും സെറ്റ് ചെയ്യും, ചന്ദ്രൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്ന സമയമാണ്. ഓൺ 28th October ദ മൂൺ കെയിം ഔട്ട്. നോക്കി 28th October എപ്പോഴാണ് വന്നത്. പിന്നെ അതുപോലെ 29 October മൂൺ കെയിം ഔട്ട്. 28ലും 29ലും എപ്പോഴാണ് വന്നതെന്ന് നോക്കിയേ. 17 minutes past 8 o'clock. നോക്കി, ഇവിടെ നിങ്ങൾക്ക് 24 hour ക്ലോക്കിൻ്റെ ടൈമാണ് തന്നിരിക്കുന്നത്. ഇത് നിങ്ങൾ കാണേണ്ടത് 12 മണി കഴിഞ്ഞുള്ള സമയം എങ്ങനെ എടുക്കണം? 1, 2, 3 എന്ന് എടുക്കണം. അപ്പോൾ 28 എന്ന് പറയുന്നത് 28,
28 എന്ന് പറയുന്നത് എത്രയാണ്? 10 ഒക്ടോബറിൽ മൂൺ കെയിം ഔട്ട് ചെയ്തിരിക്കുന്നത് എപ്പോഴാണ്? ടൈം അറ്റ് ദ മൂൺ സെറ്റ് അവേഴ്സ് മിനിറ്റ് 8:50. ഓക്കെ. അന്നേരം മൂൺ റൈസ് ചെയ്ത് ഉദിച്ചിരിക്കുന്ന സമയവും അസ്തമിക്കുന്ന സമയവുമാണ് തന്നിരിക്കുന്നത്. ഈ 28 ഒക്ടോബറിൽ നോക്കിയാൽ 28 ഒക്ടോബറിൽ നമുക്ക് എന്താണ് 24 അവർ ക്ലോക്കിലാണ് 16 minutes past 7 o'clock ആണ് നമ്മുടെ ടൈമിൽ. 12 അവർ ക്ലോക്കിൽ എപ്പോഴാണ് 7 മണി കഴിഞ്ഞ് 16 മിനിറ്റ് കൂടെ ആയപ്പോഴാണ് 28-ാം തീയതി മൂൺ ഉദിച്ചിരിക്കുന്നത്. 29-ാം തീയതി 17 minutes past 8 o'clock, 8 മണി കഴിഞ്ഞ് 17 മിനിറ്റോടെ. അപ്പോൾ ഒരേ സമയത്തല്ല ചന്ദ്രൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നത്. ഓൺ 29 ഒക്ടോബർ ദർ വിൽ ബി ഡിഫറൻസ് ഓഫ് എത്ര മണിക്കൂറിൻ്റെ വ്യത്യാസമുണ്ടെന്ന് നോക്കിയാൽ 1 മണിക്കൂറിൻ്റെ 1 മിനിറ്റിന് വ്യത്യാസമുണ്ട് അല്ലേ? 28-ഉം 29-ഉം തമ്മിൽ. ഇഫ് യു സോ ദ മൂൺ റൈസിങ് 7 PM ടുഡേ വുഡ് യു സീ ഇറ്റ് ടു ദ സെയിം ടൈം ടുമോറോ? എല്ലാ ദിവസവും ഒരുപോലെയാണോ? അതായത് ഇന്ന് 7 മണിക്കാണെങ്കിൽ നാളെ 7 മണിക്ക് തന്നെ ചന്ദ്രൻ ഉദിക്കുമോ? ഇല്ല. നോ. ഓൺ 31 ഒക്ടോബർ ദ ടൈം ഓഫ് സെറ്റിംഗ് ഓഫ് മൂൺ ഈസ് ഗിവൺ 12. ആൻഡ് ഹാവ് യു എവർ സീൻ ദ മൂൺ അറ്റ് 12 ഇൻ ദ ആഫ്റ്റർനൂൺ? നമ്മൾ രാത്രി 12 മണിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂൺ നമുക്ക് കാണാൻ പറ്റും, പക്ഷേ പകൽ 12 മണിക്ക് കാണാൻ പറ്റും. വൈ ഡോണ്ട് വി ഈസിലി സീ ദ മൂൺ ഓർ സ്റ്റാർസ് ഡ്യൂറിങ് ദ ഡേ? പകൽ സമയത്ത് നമുക്ക് ചന്ദ്രനെ എന്താ കാണാൻ പറ്റാത്തത്? ബിക്കോസ് ഓഫ് സൺസ് ബ്രൈറ്റ് ലൈറ്റ്. നമ്മൾ സൂര്യൻ ഉദിച്ച് നിൽക്കുക അല്ലേ? സൂര്യൻ ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയമാണ് പകൽ സമയം. ആ സമയത്ത് നമുക്ക് മറ്റ് സ്റ്റാർസിനെയും അല്ലെ മൂണിനെയും ഒന്നും കാണാൻ പറ്റത്തില്ല. കാര്യം സൂര്യൻ്റെ പ്രകാശം കൊണ്ട് നമുക്ക് ഇതൊന്നും കാണാൻ പറ്റത്തില്ല. പക്ഷെ അതെല്ലാം ആകാശത്തുണ്ട് അന്നേരം. പകലും ഉണ്ട് രാത്രിയിലും ഉണ്ട്. പക്ഷെ പകൽ നമുക്ക് കാണാൻ പറ്റാത്ത സൂര്യൻ്റെ ഈ ശക്തിയേറിയ പ്രകാശം കൊണ്ടാണ്. ദ പോയിറ്റ് ഈസ് ഓൾസോ റൈസിങ് സച്ച് ക്വസ്റ്റ്യൻസ് ഇൻ ദ പോയം. ഇവിടെ ഒരു പോയം തന്നിട്ടുണ്ട്, നോക്കാം. ട്വിങ്ക്ലിങ് സ്റ്റാർസ്. സ്റ്റാർസ് ആർ ട്വിങ്ക്ലിങ് ഇൻ ദ സ്കൈ. ആകാശത്ത് സ്റ്റാർസ് മിന്നി നിൽക്കുന്നു. വൈ ഡു ദേ ട്വിങ്കിൾ? എന്തിനാണ് അവരിങ്ങനെ തിളങ്ങുന്നത്, മിന്നി മിന്നി കത്തുന്നത്? ടെൽ മീ വൈ. എന്താണ്? ഹൗ മെനി ക്യാൻ യു സീ? നിങ്ങൾക്ക് എത്ര സ്റ്റാർസിനെ കാണാൻ പറ്റും? ലോട്ട് ഓഫ് അല്ലേ, ഒത്തിരി എണ്ണത്തിനെ കാണാം. സം സീ നിയർ ആൻഡ് സം സീൻ ഫാർ. ചിലതൊക്കെ അടുത്തൊന്നും ചിലത് ദൂരെയായിട്ട് നമുക്ക് കാണാം. ഈസ് ദെയർ എ നെയിം ഫോർ എവരി സ്റ്റാർസ്? ഓരോ സ്റ്റാറിനും പേരുണ്ടോ? ഹൗ മെനി ക്യാൻ യു സീ? നിങ്ങൾക്ക് എത്ര എണ്ണത്തിനെ കാണാൻ പറ്റുന്നുണ്ട്? ദേ ഷൈൻ സോ ബ്രൈറ്റ്. അവർ നല്ല നന്നായിട്ട് തിളങ്ങി കത്തി നിൽക്കുകയാണ്. ഇൻ ദ ഡാർക്ക് ഓഫ് നൈറ്റ്. രാത്രിയുടെ ഈ വലിയ ഇരുട്ടിലും തിളങ്ങി നിൽക്കുകയാണ്. വൈ ഡു ദേ ഹൈഡ് ഇൻ ദ മോർണിംഗ് ലൈറ്റ്? പകൽ സമയത്ത് ഇവർ എവിടെ ഒളിച്ചിരിക്കുകയാണ്? ഹൗ മെനി ക്യാൻ യു സീ? എത്ര പേർക്ക് പകൽ കാണാൻ പറ്റും ഈ മൂണിനെ സ്റ്റാർസിനെയൊക്കെ? സം ഷൈനിങ് സ്റ്റാർസ് വി നോ സോ വെൽ. നല്ല ഷൈനിങ് സ്റ്റാർസിനെയൊക്കെ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും അല്ലേ? ബട്ട് എവരി സ്റ്റാർ ഹാസ് എ ടെയിൽ ടു ടെൽ. ഹൗ മെനി ക്യാൻ യു സീ? ഓരോ സ്റ്റാർസിനും പ്രത്യേകം അവരുടെ കഥകൾ ഉണ്ടായിരിക്കും. അൻവർ ഇസ്ലാം എന്ന് പറയുന്ന ആളെഴുതിയ പോയമാണിത് കേട്ടോ. നെക്സ്റ്റ് ആൻ ഇൻട്രസ്റ്റിംഗ് ഫോട്ടോഗ്രാഫ്. നോക്കിയാൽ ഇവിടെ ഒരു ഫോട്ടോഗ്രാഫ് തന്നിട്ടുണ്ട്. ഒരു നല്ല രസമുള്ള ഒരു ഫോട്ടോ ആണ്. ദ സ്പേസ്ഷിപ്പ് വെൻ ടു ദ മൂൺ. ദിസ് ഫോട്ടോഗ്രാഫ് ഓഫ് ദ എർത്ത് ഹാസ് ക്ലിക്ഡ് ഫ്രം ദ സർഫസ് ഓഫ് ദ മൂൺ. നോക്കി, ഇത് ഒരു സ്പേസ് ഷിപ്പിൽ, അതായത് മൂണിൽ നിന്ന് നോക്കിയപ്പോൾ നമ്മുടെ എർത്തിൻ്റെ പിക്ചറാണ്. നോക്കി, ഇതിൻ്റെ പകുതി ഭാഗം ഇല്ലാത്ത പോലെ അല്ലേ? പകുതി ഭാഗം കാണാം. എന്താ കാര്യം എന്നറിയാമോ? ഈ സൺലൈറ്റ് ഏക്കുന്ന ഭാഗത്ത് മാത്രമേ, ചന്ദ്രനിൽ നിന്ന് നോക്കുമ്പോൾ ഭൂമിയുടെ പകുതി ഭാഗത്ത് മാത്രമേ സൺലൈറ്റ് ഉള്ളൂ. അത്രയും ഭാഗം മാത്രമേ നമുക്ക് ക്ലിയർ ആയിട്ട് കാണൂ. ബാക്കി ഭാഗത്ത് സൂര്യൻ്റെ പ്രകാശമില്ല. എന്ന് പറഞ്ഞാൽ എന്താ? ഇത്രയും ഭാഗത്ത് ഡേ ആണ്, ഇത്രയും ഭാഗത്തോ നൈറ്റ് ആയ സമയത്ത് ഈ മൂണിൽ നിന്ന് ഫോട്ടോ എടുത്താൽ ആ നൈറ്റായിട്ടുള്ള ഭാഗം നമുക്ക് കാണാൻ പറ്റാതെ വരും. സീ ഹൗ ദ എർത്ത് ഈസ് ലുക്കിംഗ്. ക്യാൻ യു സീ ദ സർഫസ് ഓഫ് ദ മൂൺ? നോക്കിയേ, മൂണിൻ്റെ സർഫസ് കണ്ടോ? ഇങ്ങനെയാണോ? ഡു യു ഹാവ് സം ക്വസ്റ്റ്യൻസ് ആഫ്റ്റർ ലുക്കിംഗ് ദ പിക്ചർ? റൈറ്റ് ഡൗൺ ദീസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഡിസ്കസ് ദം ഇൻ ദ ക്ലാസ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യനൊക്കെ ഈ പിക്ചർ കണ്ടിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് ബുക്കിൽ എഴുതുക. നോക്കി, മൂണിൻ്റെ സർഫസ് ഇങ്ങനെ കണ്ടോ, പാറയും കല്ലുമൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ
പറഞ്ഞിട്ടില്ലേ പിന്നെ നമുക്ക് ഡേ ആവുമ്പോൾ അമേരിക്കയിലൊക്കെ നൈറ്റാണ് എന്ന് കേട്ടിട്ടില്ലേ? അത് ഇതുകൊണ്ടാണ്. ആ ഭാഗത്ത് സൂര്യപ്രകാശം അടിക്കുമ്പോൾ അവിടെ ഡേ ആയിരിക്കും, സൂര്യപ്രകാശം ഇല്ലാത്ത സ്ഥലത്ത് നൈറ്റ് ആയിരിക്കും. ഡു യുവർ ബെസ്റ്റ് ആൻഡ് തിങ്സ് വിൽ വർക്ക് ഔട്ട്. ഇനി സുനിത വില്യംസിൻ്റെ ഒരു അഡ്വൈസാണ് നമ്മളോടുള്ളത്. വെൻ സുനിത വാസ് 5 years old, ഷീ സോ പിക്ചർ ഓഫ് നീൽ ആംസ്ട്രോങ് ലാൻഡിങ് ഓൺ ദ മൂൺ. സുനിതയ്ക്ക് 5 വയസ്സുള്ളപ്പോഴാണ് നീൽ ആംസ്ട്രോങ് മൂണിലെത്തിയ പിക്ചർ സുനിത കണ്ടത്. ഇൻ 1969 നീൽ ആംസ്ട്രോങ് വാസ് ഫസ്റ്റ് മാൻ ടു വോക്ക് ഓൺ ദ മൂൺ. ആരായിരുന്നു നീൽ ആംസ്ട്രോങ്? 1969 ആദ്യമായി മൂണിലെത്തിയ ആൾ. അദ്ദേഹം 1969 മൂണിലെത്തിയത്. ആൻഡ് ലൈക്ക് എനി അതർ ചൈൽഡ് സുനിത ഓൾസോ ഫാസിനേറ്റഡ്. എല്ലാ കുട്ടികൾക്കും അത് കേൾക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. സുനിതയ്ക്കും വളരെയധികം ആകർഷിക്കപ്പെട്ടു ആ കാര്യം. സുനിത സേസ് ദാറ്റ് വെൻ ഷീ വാസ് ആൻ യങ് ഗേൾ ഷീ റിയലി ലവ് സ്പോർട്സ് ആൻഡ് സ്വിമ്മിങ്. ചെറിയ കുട്ടിയായിരുന്നപ്പോൾ അവളെങ്ങനെയാണ് സ്പോർട്സിലും സ്വിമ്മിങ്ങിലും ഒക്കെ ആയിരുന്നു താല്പര്യം. ഷീ വാസ് നെവർ ടു ഇൻട്രസ്റ്റഡ് ഇൻ സ്റ്റഡീസ്. പഠിത്തത്തിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. ആഫ്റ്റർ ഹൈസ്കൂൾ സുനിത വാണ്ടഡ് ടു ബിക്കം എ ഡൈവർ. ഒരു ഹൈസ്കൂൾ കഴിഞ്ഞപ്പോൾ ഒരു ഡൈവർ ആണ്. ഡൈവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, ബോട്ട് ഡൈവിങ് ചെയ്യുന്ന ആൾ. ആൻഡ് ബട്ട് ഷീ കുഡ് നോട്ട് ഗെറ്റ് ഇൻ ടു ദ കോഴ്സ്. പക്ഷേ കോഴ്സിന് അഡ്മിഷൻ കിട്ടിയില്ല. ഇൻസ്റ്റഡ് ഷീ ബിക്കം എ ഹെലികോപ്റ്റർ പൈലറ്റ്. അതിനല്ലാതെ പിന്നെന്താണ് ചെയ്തത്? പൈലറ്റായി. വൺ ഡേ ഷീ ഫൗണ്ട് ഔട്ട് ദാറ്റ് ഈസ് സ്റ്റഡീഡ് ആൻഡ് ട്രെയിൻഡ് ഫോർ ഇറ്റ്. അവൾ അതിന് വേണ്ടിയിട്ട് പഠിച്ചു. ആൻഡ് ഷീ കുഡ് ജോയിൻ ദ സ്പേസ് മിഷൻ. എന്നിട്ട് എന്ത് ചെയ്തു? സ്പേസ് മിഷനിൽ ജോയിൻ ചെയ്തു. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ഷീ ഡിഡ്. ഇൻ 2007 സുനിത വില്യംസ് സെറ്റ് എ ന്യൂ റെക്കോർഡ് ഫോർ ദ ലോങ്ങസ്റ്റ് സ്പേസ് ഫ്ലൈറ്റ് ബൈ എ വുമൺ. ഒരു സ്ത്രീ ഏറ്റവും കൂടുതൽ സമയം സ്പേസിൽ ഫ്ലൈ ചെയ്തു എന്ന റെക്കോർഡാണ് 2007 സുനിത നേടിയെടുത്തത്. സുനിത ഓഫൺ ഗിവ്സ് ഹെർ ഓൺ എക്സാമ്പിൾ ടു ടെൽ ചിൽഡ്രൻ, ഇഫ് യു വാണ്ട് സംതിങ് ബട്ട് യു ഗെറ്റ് സംതിങ് എൽസ്, ഡു നോട്ട് ഗിവ് അപ്പ്, ഡു യുവർ ബെസ്റ്റ് ആൻഡ് തിങ്സ് വിൽ വർക്ക് ഔട്ട്. നമ്മൾ എന്തെങ്കിലും ആഗ്രഹിച്ചാൽ അതിനുവേണ്ടി വളരെ നന്നായിട്ട് കഷ്ടപ്പെട്ട് പരിശ്രമിക്കുക, നമുക്കത് കിട്ടും. വെൻ സുനിത വാസ് ആസ്ക്ഡ് എ ചൈൽഡ് വാട്ട് വുഡ് ബി ലൈക്ക് ടു ഡു ഇൻ ഫ്യൂച്ചർ, ഷി ആൻസേർഡ്, ഐ വാണ്ട് ടു ബിക്കം എ സ്കൂൾ ടീച്ചർ. അപ്പോൾ ആ സുനിത ഒരു കുട്ടിയോട് ചോദിച്ചു എന്താവണം എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി എന്താണ് പറഞ്ഞത്? സ്കൂൾ ടീച്ചർ ആവണമെന്ന്. സോ ദാറ്റ് ഷീ കുഡ് മേക്ക് ദ ചിൽഡ്രൻ അണ്ടർസ്റ്റാൻഡ് ഹൗ സയൻസ് ആൻഡ് മാത്സ് ആർ ക്ലോസ്ലി ലിങ്ക്ഡ് ടു അവർ ലൈഫ്. സുനിത കുട്ടികളെ മനസ്സിലാക്കി കൊടുക്കുമായിരുന്നു ഇങ്ങനെയാണ് മാത്സും സയൻസും ഒക്കെ നമ്മുടെ ലൈഫിൽ ഏറ്റവും അടുത്ത് കിടക്കുന്നതാണ്. ഓക്കെ, ഹിയർ എൻഡ്സ് അവർ ചാപ്റ്റർ. താങ്ക് യു and have a nice day.